അപ്പോൾ സ്മാർട്ട് ടി വിയിലേക്ക് എങ്ങനെയാണ് നമുക്ക് ആപ്ലിക്കേഷൻസുകൾ കൊണ്ടുവരാൻ കഴിയുക? അപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ ഇതേപോലെയുള്ള പെൻ ഡ്രൈവിൽ ഒക്കെ ആയിരിക്കും നമ്മുടെ കയ്യിൽ ആപ്ലിക്കേഷൻസ് ഉണ്ടാകുക. സ്മാർട്ട് ടി വി എടുത്തു പറയുന്നത് ആൻഡ്രോയിഡ് ടി വികളെ കുറിച്ചാണ്. മറ്റ് നമുക്കറിയാം സ്മാർട്ട് ടി വികൾ ഒരുപാട് ടൈപ്പ് ഉണ്ട്. ഇപ്പോൾ സാംസങ് LG ടി വികളാണെങ്കിൽ അതും സ്മാർട്ട് ടി വി തന്നെയാണ്. പക്ഷേ അതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് വെബ് OS അല്ലെങ്കിൽ ടൈസൺ പോലെയുള്ള OSകളായിരിക്കും. അതേപോലെ മറ്റു OSകളാണ് വിഡ OS, ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഇങ്ങനെ പല ഓപ്പറേറ്റിംഗ് സിസ്റ്റമുള്ള സ്മാർട്ട് ടി വികളുണ്ട്. എന്നാലും എക്കത്തിലും മികച്ച ഒരു പെർഫോമൻസ് സോഫ്റ്റ്വെയറിൻ്റെ ഭാഗത്ത് നമുക്ക് നൽകുന്ന ആൻഡ്രോയിഡ് ടി വികളാണ്, ആൻഡ്രോയിഡ് സ്മാർട്ട് ടി വികളാണ്. ആൻഡ്രോയിഡിൽ ഗൂഗിൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇപ്പോൾ പുതിയതായിട്ട് പറയുന്ന ഗൂഗിൾ ടി വി അത് ആൻഡ്രോയിഡിൻ്റെ പ്യുവർ വേർഷനാണ്. അപ്പോൾ ആൻഡ്രോയിഡിൻ്റെ അത്തരത്തിലുള്ള ടി വികളിലാണ് നമുക്ക് APK ഫയലുകൾ എന്ന് പറഞ്ഞാൽ ആൻഡ്രോയിഡ് ഫയലുകളാണ് ഇങ്ങനത്തെ തരത്തിലുള്ള പെൻ ഡ്രൈവുകളിലാക്കിയിട്ട് എങ്ങനെ നമുക്ക് ടി വിയിലേക്ക് എത്തിക്കാൻ കഴിയും. അതുപോലെ തന്നെ ഈ ഒരു ആപ്പ് ഇല്ലാതെ തന്നെ നമുക്ക് എങ്ങനെയാണ് ടി വിയിലേക്ക് ഡൗൺലോഡ് ചെയ്തെത്തിക്കുക? അതിന് നമുക്കറിയാം ഏതൊരു ടി വിക്കും അതിൻ്റേതായ ആപ്പ് സ്റ്റോറുകളുണ്ടാവും. അപ്പോൾ ആപ്പ് സ്റ്റോറിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനകത്ത് ആപ്പ് ഇപ്പോൾ ഇതിനകത്ത് ഗൂഗിളിൻ്റെ ആയതുകൊണ്ട് പ്ലേ സ്റ്റോർ ഉണ്ട്. അപ്പോൾ പ്ലേ സ്റ്റോറിൽ നമുക്ക് ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യാം. ഈ പ്ലേ സ്റ്റോറിൽ ഇല്ലാത്ത ആപ്പുകളാണെങ്കിൽ ഇതേപോലെ നമുക്ക് തേർഡ് പാർട്ടി ആപ്പുകൾ ആവശ്യമായിട്ട് വരും. തേർഡ് പാർട്ടി ആപ്പുകളിൽ ഏറ്റവും നല്ലൊരു ഒരു ഡൗൺലോഡറാണ്, ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യുന്നൊരു സോഫ്റ്റ്വെയറാണ് ഡൗൺലോഡർ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ്. ഈ ഡൗൺലോഡർ എന്നുള്ള ആപ്പ് നമുക്ക് ഇതിൽ നിന്ന് സെർച്ച് ചെയ്തിട്ട് നമുക്ക് അതിനകത്തേക്ക് കൊണ്ടുവരാൻ കഴിയും, ടി വിയിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ മറ്റു കാര്യം, നമുക്ക് നമ്മുടെ പെൻ ഡ്രൈവുകളിലുള്ള ആപ്പുകൾ നമുക്ക് ടി വിയിൽ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ നമ്മുടെ ടി വിയിൽ ഫയൽ മാനേജർ എന്നുള്ളൊരു ആപ്ലിക്കേഷൻ അനിവാര്യമാണ്. ഇപ്പോൾ ഞാൻ പരിചയപ്പെടുത്തുന്നത് നമുക്ക് തേർഡ് പാർട്ടി ആപ്പുകൾ നമുക്ക് കിട്ടാത്ത, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ കിട്ടാത്ത ആപ്പുകൾ, നമ്മൾ ആപ്പ് സ്റ്റോറിൽ കിട്ടാത്ത ആപ്പുകൾ നമുക്ക് ഈ ഡൗൺലോഡർ എന്നുള്ള ഈ ഒരു ആപ്പ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്യാൻ കഴിയും. ഓക്കെ, അതാണ് ഇപ്പോൾ നമ്മൾ നോക്കുന്നത്. അതിനാൽ നമുക്ക് ഈ മുകളിൽ കാണുന്ന ഡൗൺലോഡർ എന്നുള്ള ആപ്പ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒട്ടുമിക്ക ഫയലുകളും ലഭിക്കുന്ന ഒരു ആപ്പാണ് AFTVnews.com. 4 MB ഇന്ന് സൈസ് വരുന്നുണ്ട്. ഇതാണ് ആ ഒരു ആപ്പ്. ഈ ഒരു ആപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഒട്ടുമിക്ക തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസുകൾ നമുക്കിതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഈ ഡൗൺലോഡ് ചെയ്യാൻ ഡൗൺലോഡ് എന്ന ഈ ആപ്പ് ഓപ്പൺ ചെയ്ത് ഇങ്ങനത്തെ ഇൻ്റർഫേസ് ആയിരിക്കും ഉണ്ടാവുക. അതിൽ നമുക്ക് ഈ ഒരു സെർച്ച് ബാറിൽ നിങ്ങൾക്ക് ആപ്പിൻ്റെ പേര് സെർച്ച് ചെയ്യാം. അതേപോലെ ഓരോ ആപ്പിനും ഒരു പ്രത്യേക തരം കോഡ് കൊടുത്തിട്ടുണ്ടാകും. ആ കോഡ് അടിക്കുകയാണെങ്കിലും നമുക്ക് അങ്ങനെ എന്ത് ചെയ്യാം, ആ ആപ്പിനെ കണ്ടുപിടിക്കാൻ കഴിയും. അതുപോലെ തന്നെ URL വെച്ചിട്ടും ഏതെങ്കിലും ഡൗൺലോഡ് ചെയ്യേണ്ട URL കൊടുത്തു കഴിഞ്ഞാൽ ആ URL ആപ്പും ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ കഴിയും. ഈ ഒരു ആപ്പും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആപ്പാണ്. അതേപോലെ തന്നെ ഈ ആപ്പ് പോലെ തന്നെ വേണ്ട മറ്റൊരു ആപ്പാണ് ഫയൽ മാനേജർ. ഈ ഫയൽ മാനേജർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആപ്പുകളെല്ലാം ഇതിനകത്തേക്ക് ഇതിൻ്റെ സ്റ്റോറേജിൽ പോയി കിടക്കും. ഈ സ്റ്റോറേജിൽ ആ APK ഫയൽ അതല്ലെങ്കിൽ ആ ഒരു ആപ്പിൻ്റെ ഫയൽ എവിടെയാണ് കിടക്കുന്നത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് അനിവാര്യമായിട്ടുള്ള ഒന്നാണ് ഫയൽ മാനേജർ എന്നുള്ള ആപ്ലിക്കേഷൻ. അപ്പം ഈ ഫയൽ മാനേജറും നമുക്ക് അനിവാര്യമാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ. അപ്പോൾ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു ഫയൽ മാനേജർ, ഇതേപോലത്തുള്ള ഏതെങ്കിലും ഒരു ഫയൽ മാനേജറിൻ്റെ സപ്പോർട്ടും നമുക്ക് ആവശ്യമാണ്. ഇനി ഫയൽ മാനേജർ ഓൾറെഡി നമ്മുടെ ടി വിയിൽ ഉണ്ട് എങ്കിൽ നമ്മുടെ കയ്യിലെ പെൻ ഡ്രൈവിൽ ഒരു APK ഫയൽ നമുക്ക് കിട്ടി, ഒരു 22 MB 32 MB ഒരു APK ഫയൽ നമുക്ക് കിട്ടിയെങ്കിൽ നമ്മൾ നേരിട്ട് ചെല്ലേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ഫയൽ മാനേജർ, ഇത് ഇവിടെ കാണാം, ഫയൽ മാനേജർ കാണാം. ഈ ഒരു ഫയൽ മാനേജർ നമുക്ക് ജസ്റ്റ് ഓപ്പൺ ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. അതിനുശേഷം നമ്മുടെ ഈ പെൻ ഡ്രൈവ് എന്ത് ചെയ്യുക, നമുക്ക് ആ ടി വിൻ്റെ USB പോർട്ടിൽ ഇൻസേർട്ട് ചെയ്യാം. ടി വിയുടെ USB പോർട്ടിൽ ഇൻസേർട്ട് ചെയ്താൽ ഇവിടെ ഈ ഒരു ഭാഗത്ത് എന്തൊക്കെയാണ് ഇതിലുള്ളതെന്നും അതേപോലെ അതിനകത്ത് എത്ര APK ഫയലിൻ്റെ പിക്ചറുകളുണ്ട്, വീഡിയോസ് ഉണ്ട് എന്നുള്ളതൊക്കെ അതിനെ കാണിക്കും. ഈ ഒരു ഫയൽ മാനേജർ ഉള്ളത് കൊണ്ട് മറ്റൊരു ഗുണം അതാണ്. അപ്പോൾ ഈ ഫയൽ മാനേജർ ഉണ്ടെങ്കിലും മാത്രമേ നമുക്ക് ഇതെന്ത് ചെയ്യാം, ഇതിനകത്തേക്ക് ഈ ആ ഒരു ഫയൽ കണ്ടെത്തി ഇതിനകത്തേക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാൻ കഴിയുള്ളൂ. അപ്പം 3 ആപ്ലിക്കേഷൻസാണ് അർജൻറ്റായിട്ട് നമുക്ക് വേണ്ടത്. ഒന്ന് ഒരു ഫയൽ മാനേജർ,
പിന്നെ നമുക്ക് ഡിവൈസിൽ എവിടെയാണ് സ്റ്റോറേജ്, അതായത് ഈ ആപ്പ് ഇരിക്കുന്ന സ്റ്റോറേജ് ഒന്നെങ്കിൽ ഡൗൺലോഡറിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ ആയിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഈ പറഞ്ഞ പെൻ ഡ്രൈവിലായിരിക്കാം. ഇത് മൂന്നിലാണെങ്കിലും ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് ഈ നമ്മുടെ ഈ ഒരു സ്റ്റോറേജ് നമ്മുടെ സിസ്റ്റത്തിൻ്റെ സ്റ്റോറേജിൽ നിന്ന് കണ്ടുപിടി നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ ചെയ്യും. ഇനി മൂന്നാമതൊരു ഒന്നാണ്, നമ്മുടെ ഫോണിൽ ഒരു ഫയലുണ്ട്. നമ്മുടെ ഫോണിൽ ഒരു ഫയലുണ്ട്. ആ ഫയൽ നമുക്ക് വൈഫൈ മുഖാന്തരം നമുക്ക് എന്ത് ചെയ്യണം, ഈ ടി വിയിലേക്ക് എത്തിക്കണം. അതായത് നമ്മൾ പെൻഡ്രൈവ് മുഖാന്തരം മാനുവലി നമ്മൾ ചെയ്യുന്നത്. അതായത് അതിന് പകരം നമ്മൾ വൈഫൈ മുഖാന്തരം നമുക്ക് ഈ എക്സാൻഡറൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഫയലുകൾ ഷെയർ ചെയ്യില്ലേ, APK ഫയലുകൾ അല്ലെങ്കിൽ വീഡിയോസ്, മൂവീസ്. അപ്പോൾ അതേപോലെ എങ്ങനെ നമുക്ക് വൈഫൈ മുഖാന്തരം ഈ ഫയലുകൾ നമ്മുടെ ഫോണിലുള്ള ഫയലുകൾ എങ്ങനെ ടി വിയിൽ എത്തിക്കാൻ സഹായിക്കുന്ന ഒരു ആപ്പാണ് സെൻഡ് ഫയൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ്. ഇതും ഒരു ഇമ്പോർട്ടൻ്റ് ആപ്പ് തന്നെയാണ്, സെൻഡ് ഫയൽസ് ടു TV എന്നുള്ള ഈ ഒരു ആപ്പ്. അപ്പം ഇതിൽ നമുക്ക് ഇതേപോലത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ഓപ്പൺ ചെയ്യുമ്പോൾ വരിക. അതിൽ ഫസ്റ്റ് ഇൻ്റർഫേസിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഫയൽ സെൻഡ് ചെയ്യാനും മറ്റേതിൽ റിസീവ് ചെയ്യും. ഇതേ ഫയൽ നമ്മുടെ ഫോണിലും എന്ത് വേണം, ഈ ഫയൽ നമ്മുടെ ഫോണിൽ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിലും വേണം. അപ്പോൾ നമ്മുടെ കയ്യിൽ ആൻഡ്രോയിഡ് ഫോൺ ആണെങ്കിൽ വളരെ നല്ലത്. അത്തരം ഫോണിലും ഈ ഒരു ആപ്പ് വേണം. ഈ ഫോണിലെ ആപ്പിൽ ചെന്നിട്ട് വേണം ഈ ഫയൽ നമ്മൾ എന്ത് ചെയ്യാം, സെൻഡ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ടി വിയിൽ നമ്മൾ എടുക്കേണ്ടത് റിസീവ് എന്നുള്ള ഓപ്ഷനിലായിരിക്കും. നമ്മൾ ഫോണിലാണെങ്കിൽ സെൻഡ് എന്നുള്ളത് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫയൽ സെലക്ട് ചെയ്ത് കൊടുത്താൽ ടി വിയിൽ റിസീവ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഫയൽ റിസീവ് ചെയ്യേണ്ടതിൻ്റെ ഡിവൈസ് കാണും. അപ്പോൾ നമ്മൾ വൈഫൈ മുഖാന്തരമായിരിക്കും നമുക്ക്. അപ്പോൾ നമ്മുടെ ഫോണിലെ ഹോട്ട്സ്പോട്ടോ വൈഫൈയോ ഓൺ ചെയ്യാനുള്ള റെക്കമെൻഡേഷൻ കാണിക്കും. ടി വിയിൽ അതേപോലെ തന്നെ വൈഫൈ ഓൾറെഡി ഓൺ ആയിരിക്കും. അപ്പം അതിൻ്റെ ആവശ്യമില്ല. അപ്പം വൈഫൈ ഓൾറെഡി ഓൺ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇതിൽ പറയുന്ന കാണാം, നമുക്കൊരു ഇപ്പോൾ ഇതിൽ നിന്ന് സെൻഡ് കൊടുക്കുകയാണെങ്കിൽ ഫോണിൽ റിസീവ് ചെയ്യുക. ഇനി ഫോണിൻ്റെ സിമ്പിളാണെങ്കിൽ ഈ ഫോണിൽ സെൻഡ് കൊടുക്കുകയാണെങ്കിൽ ടി വിയിൽ റിസീവ് ചെയ്യുക എന്നുള്ള ഒരു മെത്തേഡിൽ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഫയലുകൾ നമുക്ക് എന്ത് ചെയ്യാം, സെൻഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതാണ് എടുത്തു പറയേണ്ട കുറച്ച് ടി വി വാങ്ങുന്നവരുണ്ടെങ്കിൽ, ടി വി യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട കുറച്ച് ആപ്ലിക്കേഷൻസുകളാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി. ഇതൊക്കെ യൂസ് ചെയ്യാൻ വളരെ സിമ്പിളാണ്. ഫയൽ മാനേജറിൽ തന്നെ ഒരുപാട് ഫയൽ മാനേജർ ഇവിടെ എക്സ്പ്ലോർ കാണാൻ കഴിയാതെ ഏതെങ്കിലും ഒരു ഫയൽ മാനേജർ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ആപ്പുകളാണ് ഇമ്പോർട്ടൻ്റ്. നമുക്ക് ഒരു TV കാണാനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യത്തിനൊക്കെ ആപ്പുകൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. പല ഇതിനും നമുക്ക് ആപ്പുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമുക്കിത് ഫസ്റ്റ് നമുക്ക് ടി വിയിലേക്ക് എത്തിക്കാൻ ഒരു പെൻഡ്രൈവിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഈ പെൻഡ്രൈവിൽ ഫയൽ കാണണമെങ്കിൽ നമുക്ക് ഫയൽ മാനേജർ വേണം. അല്ലെങ്കിൽ ഫോണിലൊരു നമുക്ക് പെൻഡ്രൈവ് ഇല്ലെങ്കിൽ ഫോണിലൊരു ഡാറ്റാസ് നമുക്ക് ടി വിയിൽ എത്തിക്കാൻ ഈ ഒരു സെൻഡ് ഫയൽസ് ടു TV എന്നുള്ള ഈ ഒരു ആപ്ലിക്കേഷൻ ആവശ്യമാണ്. അതേപോലെ തന്നെയാണ് ഈ പറഞ്ഞ പോലെ ഈ ഫയൽ മാനേജറും അതേപോലെ നമുക്ക് ആവശ്യമുള്ള ഒരു ആപ്ലിക്കേഷൻ. അതുപോലെ തന്നെ നമുക്ക് ഈ നമ്മുടെ ഇതിപ്പോൾ ഗൂഗിളിൻ്റെ പ്ലേ സ്റ്റോറാണ്. ഈ പ്ലേ സ്റ്റോറിൽ കിട്ടാത്ത ആപ്പുകൾ നമുക്ക് എവിടെ കിട്ടും, ഡൗൺലോഡർ എന്നുള്ള ഈ ഒരു സെപ്പറേറ്റ് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ വഴി നമുക്കും കിട്ടും. അപ്പോൾ അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആപ്പ് തന്നെയാണ് ഏത്, ഡൗൺലോഡർ എന്നുള്ള ഈ ഒരു ആപ്ലിക്കേഷൻ. അപ്പം ഡൗൺലോഡർ നമ്മുടെ ടി വിയിൽ അനിവാര്യമായിട്ട് വേണ്ട ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ്. ഇപ്പോൾ ഈ ഡൗൺലോഡർ എന്ന് പറയുമ്പോൾ ഒരുപാട് ഡൗൺലോഡറുകൾ ഇതിനകത്ത് ഉണ്ടാവും. അതിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഡൗൺലോഡർ ഈ ഒരു ഡൗൺലോഡറാണ്. ഇതിനകത്ത് ഒരുപാട് ഡൗൺലോഡർ ഉണ്ട്. അപ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്യുക ഈ ഒരു സിമ്പിളിലുള്ള AFTV ന്യൂസ് എന്നുള്ള ഈ ഒരു ഡൗൺലോഡർ മാത്രമായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഈ ഒരു കുറച്ച് ഇൻഫർമേഷൻ പാസ് ചെയ്യാം. ഇത്തരത്തിലുള്ള ടി വിയിലേക്ക് ഇപ്പോൾ എല്ലാവരും നമ്മളെല്ലാവരും സ്മാർട്ട് വികളാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ടി വിയിൽ ഇത്തരം കാര്യങ്ങൾ മിനിമം അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള ഒരുപാട് ഫീച്ചറുകൾ, ടി വിയുടെ ഫീച്ചറുകൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാതെ പോകും. അതുപോലെ തന്നെ ഒരുപാട് MP3 ആപ്പുകൾ, TV ആപ്പുകൾ, ഒരുപാട് ടൈപ്പ് ആപ്ലിക്കേഷൻസുകൾ, ഗെയിംസുകളൊക്കെ നമുക്ക് ടി വിയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനൊക്കെ ഈ ഒരു സംഭവം ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഓക്കെ, മറ്റൊരു എപ്പിസോഡിൽ വേറെ ചിന്തയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.